ബൈ ലാംഡ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പൊ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? അപ്പൊ ഫോട്ടോൺസും ഇലക്ട്രോൺസും കൂടി ചേർന്ന ഒരു എഫക്റ്റ് ആണെന്ന് ആ പേരിൽ തന്നെ ഉണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ കരണ്ടും വെളിച്ചവുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലേ? അതാണ് ഈ സംഭവം. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ചില മെറ്റീരിയൽസ്, പ്രത്യേകതരം മെറ്റീരിയൽസിന്റെ മുകളിൽ നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഫോട്ടോൺസ് അടിക്കുമ്പോൾ ഇലക്ട്രോൺസ് കിട്ടും. ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ സർഫസ് ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് when it is irradiated by light is called photoelectric effect. The emission of electrons from the surface of certain materials when irradiated by light is called photoelectric effect. The emission of electrons from a surface of certain materials when irradiated by light is called photoelectric effect. Or it is the ejection of electrons from a material surface that has absorbed electromagnetic radiation. ചുരുക്കി പറഞ്ഞാൽ ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. അത് കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് ആൽക്കലി മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നതാണ്. ദ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം ആൻ ആറ്റം ബൈ ഇന്ററാക്ഷൻ വിത്ത് എ ഫോട്ടോൺ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺ. അങ്ങനെ ലിബറേറ്റഡ് ഇലക്ട്രോൺസിനെ whenever a light incident on a material, certain materials will emit the electrons. This process is known as photoelectric emission. The emitted electrons is known as photoelectrons. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പൊ എന്താണ് ഇത്? ഒരു പിക്ചോറിയൽ റെപ്രസെന്റ് ആണ്. When a light strikes certain light sensitive materials with an energy of photon E equal to h nu. Each photon of light wave of frequency have energy is given by E equal to h nu. E is energy of photon in joules, h is the Planck's constant, nu is the frequency of photon. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോൺ വന്നിടിച്ചു. അപ്പൊ ആ ഫോട്ടോണിന്റെ എനർജി കൊണ്ട് ഈ മെറ്റൽ സർഫസിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിനെ തെറിപ്പിക്കും. ആ പ്രതിഭാസത്തിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എന്ന് പറയുക. ഈ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ഒരുപാട് ലൈറ്റ് ഫോട്ടോൺസ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, അപ്പൊ ഓരോ ഫോട്ടോൺസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ആ ഇജക്റ്റഡ് ഇലക്ട്രോൺസിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺ അല്ലെ, ആദ്യം നമുക്ക് ഫോട്ടോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോൺസിന്റെ എന്താണ് ഈ ഫോട്ടോൺസിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. എ ഫോട്ടോൺ ഡസ് നോട്ട് ഹാവ് എനി മാസ്. ഫോട്ടോണിന് മാസ് ഇല്ല, എനർജി മാത്രമേ ഉള്ളൂ. ഫോട്ടോണിന് എന്തില്ല? മാസ്ലെസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് സ്പെസിഫിക് എനർജി. എ ഫോട്ടോൺ ഡസ് നോട്ട് ഹാവ് എനി ചാർജ് ആൻഡ് ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോട്ടോണിന്റെ പ്രത്യേകത, ഇലക്ട്രോൺസിന് നമുക്ക് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, പക്ഷെ ഫോട്ടോണിന് ചാർജ് ഇല്ല. അതുകൊണ്ട് അത് മാഗ്നറ്റിക് ഫീൽഡിലോ ഇലക്ട്രിക് ഫീൽഡിലോ അത് ഡീവിയേറ്റ് ചെയ്യില്ല. ഇറ്റ് ഈസ് ചാർജ്ലെസ്. ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ആർ 0 ഫോർ ഫോട്ടോൺ. കെമിസ്ട്രിയിൽ കുറെ ക്വാണ്ടം നമ്പർ പഠിച്ചിട്ടുണ്ടാവും, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമെട്രിക് ക്വാണ്ടം നമ്പർ, അത് ഇത് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ ലൈറ്റിന് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോണിന് 0 ആയിരിക്കും. In empty space, the photon moves at the speed of light. ലൈറ്റ് തന്നെ ഫോട്ടോൺ അല്ലെ, ലൈറ്റിന്റെ ഒരു വേവ് പാക്കറ്റിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരേ സ്പീഡിലാണ് പോകുന്നത്. In the direction of radiation with matter, radiation behaves as if it is made up of particles called photons. അപ്പൊ റേഡിയേഷൻ നമ്മൾ അടിക്കുന്ന സമയത്ത്
ഈ ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ വേവ് തന്നെയാണ്, വേവ് പാക്കറ്റ്. ഈ വേവ് പാക്കറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിക്കിൾ പോലെ കൺസിഡർ ചെയ്യാം. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഒരു വേവ് പാക്കറ്റ് വന്നിടിക്കുമ്പോൾ, ഒരു ഫോട്ടോൺ വന്നിടിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ തട്ടിത്തെറിച്ചു പോകുന്നു. നമ്മൾ കൊളീഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന പോലെ. ദി എനർജി ആൻഡ് മൊമെന്റം ഓഫ് ഫോട്ടോൺസ് ആർ റിലേറ്റഡ് ആസ് ഫോളോസ്. ഫോട്ടോണിന് മാസ് ഇല്ല, പക്ഷെ മൊമെന്റ് ഉണ്ട്. അതാണ് ഫോട്ടോണിന്റെ പ്രത്യേകത. അതിന്റെ എനർജി എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു പി സി ആണ്. പി ഇസ് ദ മൊമെന്റം, സി ഇസ് ദ വെലോസിറ്റി. അപ്പൊ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് പി ഈക്വൽ ടു ഇ ബൈ സി. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫോട്ടോണിന്റെ. ഫോട്ടോണിന് മാസ് ഇല്ല. സാധാരണ നമ്മൾ മാസ് ഉണ്ടെങ്കിലാണ് മൊമെന്റ് ഉണ്ടാവുക എന്ന് പറയുക. പക്ഷെ ഫോട്ടോണിന് മാസ് ഇല്ല, പക്ഷെ മൊമെന്റ് ഉണ്ട്. വേർ പി ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മൊമെന്റം, സി ഇസ് ദ സ്പീഡ് ഓഫ് ദി ലൈറ്റ്. ഫോട്ടോൺ ഈസ് കാൾഡ് എ വിർച്വൽ പാർട്ടിക്കിൾ. ഫോട്ടോൺ ഒരു പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മളൊരു വിർച്വൽ പാർട്ടിക്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ദി എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത്. അപ്പൊ എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതാണ് നമ്മൾ പറഞ്ഞു ഇ ഈക്വൽ ടു എച്ച് ന്യൂ or equal to hc by lambda. But directly proportional to frequency and inversely proportional to wavelength. In the photoelectric effect, അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. അപ്പോൾ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റിൽ അത് നമ്മൾ അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇങ്ങനെയാണ്. അതായത് ഒരു വാക്വം ചേംബർ ഉണ്ട്, അതിലൊരു മെറ്റൽ സർഫസ് ഉണ്ട്, ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. ആ ഡിറ്റക്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോൺസ് വന്നിരിക്കുമ്പോൾ ഇവിടെ നമുക്കത് എത്രയാണ് അതിൻ്റെ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സ്പീഡിൽ ആക്സലറേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പൊ ഇവിടെ നമ്മളൊരു ലൈറ്റ്, ഇത് ഗ്ലാസ് ട്യൂബ് ആയതുകൊണ്ട് ലൈറ്റ് ഇങ്ങനെ വന്നിടിക്കുമ്പോൾ ഈ മെറ്റൽ സർഫസിൽ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യും. അപ്പൊ ഈ സെറ്റപ്പിൽ എന്തൊക്കെയാണുള്ളത്? അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് വാക്വം ചേംബർ, മെറ്റൽ പ്ലേറ്റ്, ഡിറ്റക്ടർ, ബാറ്ററി, അമ്മീറ്റർ. ഡിറ്റക്ടർ, അപ്പോൾ വാക്വം ചേംബർ, മെറ്റൽ പ്ലേറ്റ്, ഡിറ്റക്ടർ, ബാറ്ററി, അമ്മീറ്റർ. all equipment is assembled as shown. നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യും. അത് നമുക്ക് ഇവിടെ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലായ കാര്യങ്ങളിലാണ് നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇതൊക്കെയാണ്. There is no time lag between incident radiation and ejected photoelectron. അപ്പൊ ഞാനിവിടെ പറഞ്ഞു, ഒരു ഇലക്ട്രോൺസ് വന്നിടിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോൺ വന്നിടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യും. അപ്പൊ there is no time lag between the incident and ejection. അത് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. The rate of photo emission is directly proportional to the intensity of incident radiation. അതായത് ഇവിടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ, അല്ലെ, കൂടുതൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. The velocity and the kinetic energy of the photoelectrons is independent of the incident intensity of the incident light. ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്ത ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി. കാരണം എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്, ഇന്റൻസിറ്റി അല്ല. അപ്പൊ ഫ്രീക്വൻസി കൂടുമ്പോഴാണ് അവിടെ കൈനറ്റിക് എനർജി വ്യത്യാസം വരുള്ളൂ. ഇന്റൻസിറ്റി വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഇതിന്റെ കൈനറ്റിക് എനർജിക്ക് വ്യത്യാസം വരില്ല. The velocity and kinetic energy of photons is directly proportional to the frequency of incident radiation. അപ്പോൾ വെലോസിറ്റിയും കൈനറ്റിക് എനർജിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. The emission of electron takes place above certain frequency is called the threshold frequency. This frequency is characteristic frequency of photon material used.
അപ്പൊ നമ്മളിവിടെ ഒരു ലൈറ്റ് അടിച്ച ഉടനെ ഇലക്ട്രോൺസ് വരണമെന്നില്ല. ലൈറ്റ് ഒരു പ്രത്യേക ഒരു മിനിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു മിനിമം എനർജി വേണം. അപ്പൊ മിനിമം എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ് ഈസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി. ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഓഫ് ദി ഫോട്ടോൺ ഈസ് നോൺ ആസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിയോ അതിൽ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഇടിച്ചാൽ മാത്രമേ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യില്ല. അതാണ് പറയുന്നത് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് എബവ് സർട്ടൻ ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ദിസ് ഫ്രീക്വൻസി ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഓഫ് ഫോട്ടോ മെറ്റൽ യൂസ്ഡ്. ആ ഫ്രീക്വൻസി ഓരോ മെറ്റീരിയൽസിനും വ്യത്യാസം ഉണ്ടാവും. അത് ആ മെറ്റീരിയൽസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്.